നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഡോക്ടർ കുഞ്ഞാമൻ സാർ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ടോപ്പിക് ഇതാണ്: എക്കണോമിക് തോട്ട്സ് ഓഫ് ഡോക്ടർ കുഞ്ഞാമൻ. ഡോക്ടർ കുഞ്ഞാമന്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ സംസാരിക്കുന്നതിനായി നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് MG സർവകലാശാല സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ രാജേഷ് കോമത്ത് സാറാണ്. സാറെ അതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇക്കണോമിക് അസോസിയേഷൻ ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി നമ്മുടെ ഇടയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സാമ്പത്തികവും അല്ലാത്തതുമായ പലതരം ചിന്തകൾക്കും വഴിതെളിയിച്ചു വിട്ട അധ്യാപകനും ഒരു പണ്ഡിതനും ആയിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ. നമുക്കറിയാം, നമ്മൾ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഗവേഷക ആകുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ, സാമ്പത്തിക ശാസ്ത്ര സങ്കല്പങ്ങൾ തുടങ്ങിയവ നമ്മൾ അറിയാതെ തന്നെ പഠിക്കും. സാമ്പത്തിക ശാസ്ത്ര സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോൾ സമ്പദ്ശാസ്ത്രം തന്നെയും സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡിമാൻഡ്, സപ്ലൈ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം. You might have heard it. കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സോളോസ് മോഡൽ, ഫെറാനിസ് മോഡൽ. You are also familiar with lots of theories and models. അപ്പോൾ ഈ സിദ്ധാന്തം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതവുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പലപ്പോഴും നോക്കുന്നത് കുറവായിരിക്കും. നമ്മൾ ജീവിക്കുന്ന സമൂഹവും നമ്മളെ പഠിപ്പിക്കുന്ന വിഷയവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ആലോചിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ പഠിച്ച സമ്പദ്ശാസ്ത്രത്തിൽ നിന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൂടി ആ ശാസ്ത്രത്തിലേക്ക് കൊണ്ടിടണം. അങ്ങനെ കൊണ്ടിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സമ്പദ്ശാസ്ത്രം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി അത് നമ്മുടേതായ രീതിയിൽ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ കുഞ്ഞാമൻ സാറുടെ ജീവിതം ഇവിടെ ചെറുതായി പരാമർശിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ സമ്പദ്ശാസ്ത്ര ചിന്തകളിൽ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര ചിന്തകളിൽ എന്നും നിഴലിച്ചിരുന്നു. പല സമ്പദ്ശാസ്ത്ര ചിന്തകരുടെയും ജീവിതം, കുട്ടിക്കാല ഓർമ്മകൾ, അവരനുഭവിച്ച നല്ലതും തിക്തവുമായ അനുഭവങ്ങൾ, ഇതൊന്നും തന്നെ പലപ്പോഴും അവരുടെ പഠനത്തിൽ വരാറില്ല. അതൊരു മാറി നിൽക്കുന്ന ഒന്നായിട്ട് അതിങ്ങനെ നിൽക്കും. അപ്പൊ അതില് ആ ടെക്സ്റ്റ് വായിച്ചാൽ അദ്ദേഹം എഴുതുന്ന ഒരു
ഒരു ലേഖനം വായിച്ചാൽ നമുക്കൊരിക്കലും എഴുതിയ ആളുടെ ഒരു ആത്മകഥാംശ രൂപമുള്ള അനുഭവ പരിസരമുള്ള ഒരു ഭാഗം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആരോസ് ഇമ്പോസിബിലിറ്റി തിയറം അമർത്യ സെൻ പറയുമ്പോൾ, അമർത്യ സെൻ കൽക്കട്ടയിലെ ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്, രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളതെന്നും അവിടുന്ന് അദ്ദേഹം സംസ്കൃതത്തിലും അതേപോലെ മാത്തമെറ്റിക്സിലുമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം ശാന്തിനികേതനിൽ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയും ട്രിനിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് PhD ഒക്കെ എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ അനുഭവ പശ്ചാത്തലം കാണാൻ സാധ്യമല്ല. അത് അമർത്യ സെന്നിന്റെ ആ അനുഭവ പശ്ചാത്തലം നമുക്ക് അറിയണമെങ്കിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ മൈ ഹോം ഇൻ ദ വേൾഡ് MMAR എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. മൈ ഹോം ഇൻ ദ വേൾഡ് MMAR അദ്ദേഹം എഴുതി. ആ പുസ്തകം വായിച്ചപ്പോ ആ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു സന്തോഷത്തില് കുഞ്ഞാമൻ സാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ് യു നീഡ് ടു റീഡ് ദിസ് ബുക്ക് ബിക്കോസ് ഇറ്റ് ഫ്ലഡ്സ് ലൈറ്റ്സ് ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. അപ്പൊ അമർത്യ സെന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് എക്കണോമിക്സ്. കുഞ്ഞാമൻ സാറിന് ഈ നോബൽ പ്രൈസ് കിട്ടുന്ന ആൾക്കാര് അതേപോലെ വലിയ രീതിയിൽ മാറുന്ന മനുഷ്യരെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ്. അത് ചെറിയ ചെറിയ ആൾക്കാരൊന്നുമല്ല, ബിഗ് ഷോട്ട്സുകളെയാണ്. അപ്പൊ കുഞ്ഞാമൻ സാർ പറഞ്ഞൊരു കാര്യം ആണ്, യേശുദാസ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുദാസ് കുടിച്ച് വെച്ച ഗ്ലാസ് കുറച്ച് ചായ ബാക്കിയുണ്ട്, പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുടിച്ചതാണ്. യേശുദാസിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വേദിയിൽ വന്ന് ആ ഗ്ലാസ്സിലെ ബാക്കി ചായ എടുത്തു. അതായത് ഭയങ്കരമായ ഒരു ആരാധന, ഒരു പ്രത്യേക അഭിമാനിച്ച. അങ്ങനെയാണ് യേശുദാസ് ആ സ്ത്രീയെ കല്യാണം, ചേച്ചിയാണ് യേശുദാസ് കല്യാണം. ഈ കഥ എന്നോട് പറഞ്ഞു തന്നതും കുഞ്ഞാമൻ സാർ. ഇങ്ങനെ ഒരു കഥയാണ്. അദ്ദേഹം ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനക്ഡോട്ടുകൾ, ഇങ്ങനെ വ്യത്യസ്ത ജീവിത പശ്ചാത്തലത്തിലുള്ള ചില അനക്ഡോട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അമർത്യ സെൻ നോബൽ പ്രൈസ് കിട്ടിയപ്പോ അമർത്യ സെൻ പണ്ട് പഠിച്ചിട്ടുള്ള സെന്റ് ജോർജ് സ്കൂൾ കൽക്കട്ട, അവിടെയുള്ള പ്രധാന അധ്യാപകൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ പ്രൈമറി ക്ലാസ്സുകളിൽ അദ്ദേഹം വാങ്ങിയ മാർക്കും അദ്ദേഹത്തിന്റെ പേപ്പേഴ്സൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്കൂളിന്റെ ഒരു അഭിമാനമാണല്ലോ, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നു, നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് ഒരു പരിപാടി നടത്താം, കുട്ടികൾക്ക് ഒരു പ്രചോദനവും ആവും എന്ന് വിചാരിച്ച് അദ്ദേഹം ഈ അമർത്യ സെന്റെ 3ാം ക്ലാസ് 4ാം ക്ലാസ് പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ മറച്ചു നോക്കി. അപ്പോ ഇദ്ദേഹം വിചാരിച്ചത് അമർത്യ സെൻ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ആയിരിക്കും ആ ക്ലാസ്സിൽ, പ്രൈമറി ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം എന്നാണ്. പക്ഷേ അദ്ദേഹം 37 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിൽ 33ാമത്തെ സ്ഥാനത്തായിരുന്നു അമർത്യ സെൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾക്ക് ആർക്കും തന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല.
കാരണം 37 സ്റ്റുഡൻസ് ഉള്ളതിൽ 33ാമത്തെ സ്ഥാനം മാത്രമേ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള അമർത്യ സെന്നിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു സൂചകമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന ഒരു സൂചകം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇങ്ങനെ അമർത്യ സെന്നിന്റെ ഒരു മെമ്മയർ അദ്ദേഹം വളരെ അടുത്ത കാലത്തായിട്ട് അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വായിക്കുന്ന ആ മെമ്മയറിന്റെ ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും കാണാം. അപ്പൊ ഈ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമർത്യ സെന് ശാന്തിനികേതൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പഠിപ്പിച്ചിട്ടുള്ള മൂല്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും യുക്തിയുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ്. രണ്ടാമത് സ്വാതന്ത്ര്യം നമ്മൾ ആസ്വദിക്കാനുള്ളതാണ്. സ്വാതന്ത്ര്യം ഇതാണ് ടാഗോറൊക്കെ വിഭാവന ചെയ്ത ഒരാശയം. ഇപ്പൊ ശാന്തിനികേതൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലാസ് റൂമുകളായിരിക്കില്ല. ഒരു മരത്തിന്റെ ചോട്ടിലൊക്കെ ആയിട്ടായിരിക്കും ആൾക്കാർ ക്ലാസ് എടുക്കുക. ടാഗോറിന്റെ ഒരു പ്രത്യേകതരം സ്കൂൾ സമ്പ്രദായ രീതികളാണ്. അങ്ങനെ ക്ലാസ് റൂം അല്ലാതെ നമ്മൾ പുറത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ചു പോകുന്ന ഒരു രീതിയാണ് കൽക്കട്ടയിലൂടെ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ അവിടെ സംസാരിക്കുന്നത് അത് കുറച്ച് നേരത്തിലെങ്കിലും നിർത്തണം. അപ്പം ഈ സ്വാതന്ത്ര്യബോധമാണ് അമർത്യ സെന്നെ ഈ പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഗതിയും നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലോ കേരളത്തിലെ കോളേജുകളിലോ ഒന്നും തന്നെ വളരെ അങ്ങനെ അത്ര എളുപ്പമായിട്ട് ലഭ്യമല്ല. സ്വാതന്ത്ര്യം, യുക്തി ബോധം ഉണ്ടാക്കുക എന്നീ സമ്പ്രദായങ്ങൾ വളരെയധികം കുറവായിരുന്നു. പക്ഷേ കുഞ്ഞാമൻ സാറ് ഈ യുക്തിബോധം, ഈ വിശകലന രൂപം, രീതികൾ ഒക്കെ പഠിച്ചിട്ടുള്ളത് മാർക്സിനെ വായിച്ചിട്ടാണ്. കാൾ മാർക്സിനെ വായിച്ചിട്ടാണ്. കാൾ മാർക്സിനെ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു യുക്തിയുള്ള സയന്റിഫിക് തോട്ടുള്ള മനുഷ്യരായിട്ട് മാറും. ഞാൻ സംസാരിക്കുമ്പം ചില സമയം ഇങ്ങനെ കുറച്ച് ഒരു വലിയ കട്ടിവാക്കുകളൊക്കെ പോലെ തോന്നും എന്തെങ്കിലും ഒന്നൊക്കെ. അത് മൈൻഡ് ചെയ്യണം. എന്തെങ്കിലും ഒരു മലയാളം പോലെ തന്നെ ഒരു കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അത്ര കട്ടിയുള്ളതും ഉണ്ടാവും, അല്ലാതെ ചെറുതായിട്ടുള്ളതും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ യുക്തിബോധം ഉണ്ടാവുന്ന ഒരു തത്വശാസ്ത്രമാണ് മാർക്സിസം. എന്താ മാർക്സിസത്തിൽ നിങ്ങൾ മാർക്സിസം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്സിസത്തിന്റെ ബേസ് എന്താണ്? അദ്ദേഹം മാർക്സിസം പറയുന്നത് എന്താ ഉള്ളത്? നമ്മുടെ മുമ്പിലുള്ളത് ക്ലാസ് ആണ്. വ്യത്യസ്ത തരം വർഗങ്ങളാൽ നിർമ്മിച്ചെടുത്തതാണ് നമ്മുടെ സമൂഹം. ഓരോരുത്തരും ഓരോ തൊഴിലുകളിൽ ഏർപ്പെടുന്നു. ആ തൊഴിലുകളെല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു ഉത്പാദന കേന്ദ്രം ഉണ്ടാകും. അങ്ങനെ ഒരു കമ്മോഡിറ്റി ഉത്പാദിപ്പിക്കും. കമ്മോഡിറ്റിക്ക് രണ്ടു തരം ഗുണമുണ്ട്. അത് ഉപയോഗിക്കാം. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാം. നിങ്ങളിട്ട ഡ്രസ്സ് ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുകയും ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ അങ്ങനെയാണ് ലോകത്ത് നിലനിൽക്കുന്നത് മുഴുവൻ ഇങ്ങനെ ഒരു കമ്മോഡിറ്റികളുടെ ഒരു വലിയൊരു ആഘോഷമാണ്. നമ്മുടെ ശരീരം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ളത് വ്യത്യസ്ത തരം ആഭരണങ്ങൾ ആണ്. അതൊക്കെ കമ്മോഡിറ്റിയാണ്. ഇറ്റ്സ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് ഡിവിഷൻ ഓഫ് ലേബേഴ്സ്. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയം മാർക്സിസം. സമ്പദ്ശാസ്ത്രത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, സമ്പദ്ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് മാർക്സിസം ആണ്. ആ മാർക്സിസം എന്താ പറയുന്നത് വെച്ചാൽ
കേരളത്തിലെ ജനങ്ങളെ വർഗപരമായി തിരിക്കുക, തൊഴിലുകളുടെ അടിസ്ഥാനത്തിലേക്ക് വിഭജിക്കുക. അതിനുശേഷം അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരും മറ്റു വിഭാഗവും, രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അതിന് സാമ്പത്തികമായിട്ട് ആരാണ് മേൽക്കോയ്മ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഈ വർഗം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇത് ഒരു വലിയ തത്വശാസ്ത്രമായി, ഇതൊരു വലിയൊരു അളവുകോലായി വിശകലന ആശയമായിട്ട് ദീർഘകാലം കുഞ്ഞാമൻ സാർ അത് കൊണ്ടുപോയിട്ടുണ്ട്. ഉദാഹരണത്തിന് മാർക്സിസം പറയുന്ന ഒരു വഴി അടിത്തട്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്. അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ബേസ് ആണ്. പിന്നെ മേൽത്തട്ടുണ്ട്. മേൽത്തട്ട് എന്ന് പറയുന്നത് കൾച്ചർ, പൊളിറ്റിക്സ്, ലോ ഒക്കെ, അതൊക്കെ മേൽത്തട്ടാണ്. അപ്പൊ ഈ അടിത്തട്ട് എന്ന് പറയുന്നത് മാർക്സ് പറയുന്നത് വർഗങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. മേൽത്തട്ട് എന്നുള്ളത് ഈ വർഗം മാറുന്നതനുസരിച്ച് മാറുന്ന ഒന്നായിരിക്കും, ഉപരിഘടന. അതാണ് ഈ അടിത്തട്ടും മേൽത്തട്ടും തമ്മിലുള്ള മേൽക്കൂരയും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം മാർക്സിന്റെ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ. മാർക്സ് ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അപ്പൊ ഇങ്ങനെ ആകുമ്പോ അടിത്തട്ട് എന്ന് പറയുന്നത് സാമ്പത്തിക വിഭാഗങ്ങൾ മാത്രമാണ്. എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, എക്കണോമിക്സ് എപ്പോഴും നോക്കുന്നത് വാട്ട് ഈസ് എക്കണോമിക്സ് അബൌട്ട് എന്നാണ്. എന്താണ് അതിൽ എക്കണോമിക്സ് ഉള്ളതെന്നാണ് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുക. എക്കണോമിക്സ് വിഷയം നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുക അതായിരിക്കും. അതുകൊണ്ട് മാർക്സ് ഒരു എക്കണോമിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ മാർക്സ് പറഞ്ഞിരിക്കുന്നത് ഇക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്നാണ്. ഞാൻ ചരിത്രത്തെ വ്യാഖ്യാനം ചെയ്യുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള വിശകലനമാണ്. ഈ സാമ്പത്തിക വിശകലനം വളരെയധികം കുഞ്ഞാമൻ സാർ മാത്രമല്ല, കേരളത്തിൽ കുഞ്ഞാമൻ സാറിന്റെ ആ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതിന്റെ പിന്നീടുള്ള സമൂഹം, ആ സമൂഹം മുഴുവൻ ഈ ഒരു ചിന്താ പദ്ധതി പിന്തുടർന്നിരുന്നു. മനസ്സിലാകുന്നു? ആ ചിന്താ പദ്ധതി പിന്തുടർന്നു. ആ പിന്തുടർന്ന ചിന്താ പദ്ധതിക്ക് കാര്യമായ പ്രശ്നമുണ്ട് എന്നാണ് കുഞ്ഞാമൻ സാറ് പിന്നീട് വിശദീകരിക്കുന്നത്. ആ ചിന്താ പദ്ധതി പഠിച്ചുകൊണ്ട് ആ ചിന്താ പദ്ധതിക്ക് കേരളത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ചിന്താ പദ്ധതിക്ക് കാര്യമായ പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ ഒരു സാമ്പത്തിക യുക്തിയിൽ മാത്രം നോക്കിക്കാണാവുന്ന ഒരു കാര്യമല്ല ഇന്ത്യയിലെ ജീവിതം, കേരളത്തിലെ ജീവിതം. അത് കുറെ കൂടി സങ്കീർണമാണ്. എല്ലാം വർഗപരമായിട്ടുള്ള ഇക്കണോമിക് ക്ലാസ്സസ് അല്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് ഈ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്ന് ജാതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജാതി, എനിക്ക് ജാതിയില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എനിക്ക് ജാതിയില്ല എന്ന് വേണം. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ജാതിയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യാം. പക്ഷെ എന്നെ അറിയുന്ന നിങ്ങൾ പറയും എന്റെ ജാതിയാണ്. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാൽ പോരാ, എന്നെ നിങ്ങൾ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം എന്റെ ജാതിയാണ്. മനസ്സിലായി? അപ്പൊ നാട്ടുകാരാണ് പറയാം നിങ്ങളെ ജാതിയല്ല, ഞാൻ പറയും എനിക്ക് ജാതിയല്ല. അപ്പൊ ഈ ഒരു ഇതില് പല ആൾക്കാർക്കും ജാതിമാലൊക്കെ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ജാതിയില്ല, ഞാൻ ജാതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ജാതിയിൽ നിന്ന് അത്രമാത്രം പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് ജാതി എന്ന് കുഞ്ഞാമൻ സാർ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് കുഞ്ഞാമൻ സാറ് തന്റെ ജാതിയിലേക്കുള്ള ഒരു പോക്ക് പോകുന്നത്. ഇപ്പൊ ഇന്ത്യൻ സമൂഹത്തെ വിശദീകരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോ ഈ സമൂഹം, ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം വർഗമല്ല, അത് അടിസ്ഥാന യാഥാർത്ഥ്യം ജാതിയും മതവുമാണ് എന്നുള്ളത്. അപ്പൊ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. ഒരു മാർക്സിസ്റ്റ് ധാരണകളിൽ നിന്ന്, അതായത് യാന്ത്രികമായി ആലോചിച്ച ഒരു മാർക്സിസ്റ്റ് ധാരണകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം മാറ്റം ഉണ്ടാവുകയാണ്. അടിസ്ഥാനപരമായ പ്രൈമറി കോൺട്രഡിക്ഷൻ in Indian society is caste and religion. അതിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ആ കാസ്റ്റിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ചില സംഗതികളാണ് ഈ വർഗങ്ങളായിട്ട് ഉള്ളത്. അല്ലാതെ വർഗം ഇങ്ങനെ പ്രോമിനന്റ് ആയി നിൽക്കുന്ന ഒന്നല്ല. ജാതിയാണ്
പ്രധാനമായും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടുന്ന നിത്യജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടിരുന്ന പ്രശ്നം ജാതിയായിരിക്കും അല്ലെങ്കിൽ മതമായിരിക്കും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ച് വേണം കുറച്ചും കൂടി നീതിയുക്തമായിട്ട് നമ്മളൊരു സമൂഹത്തെ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കേണ്ടതായിട്ട് വരും എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് അദ്ദേഹം ഇനീക്വാലിറ്റി, അസമത്വത്തിനോട് വളരെയധികം വേദനയോടുകൂടിയാണ് അസമത്വത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നത്. അതേപോലെ അനീതി, ഇൻജസ്റ്റിസ്. ഈ അനീതി, അസമത്വം, ഇൻജസ്റ്റിസ്, അൺടച്ചബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇത്രമാത്രം അനീതി നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടല്ല, സ്വന്തം ജീവിതത്തിൽ തന്നെ, കുട്ടിക്കാലത്തെ തന്നെ ജീവിതത്തിൽ തന്നെ അതൊരു സ്വന്തം സെൽഫ് തന്നെ ഒരു വിശകലനമാക്കി മാറ്റി, തൻ്റെ സെൽഫ് തന്നെ അത് എന്താണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പൊ ജാതി എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം? ജാതി പറയുന്നതിനെ കൊണ്ടോ ജാതി വിശകലനം ചെയ്യുന്നതിനെ കൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല. ജാതി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അത് ഒളിപ്പിച്ച് പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ ജാതി എന്ന് പറയുന്നത് വളരെ ഇൻഹ്യൂമൻ ആണ്, അതായത് മനുഷ്യത്വ വിരുദ്ധമാണ്. ജാതി. എന്താണ് ജാതിയുടെ പ്രത്യേകത? when you go in the ascending ഓർഡറിലേക്ക് നിങ്ങൾ മേലോട്ടേക്ക് പോവുകയാണ് ജാതിയുടെ ഘടനയിൽ പലതരം ഘടനയുണ്ട്, സ്റ്റെപ്സുകളുണ്ട്. അതിന് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങൾ മണ്ടനാണെങ്കിലും നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് ബോധമുണ്ടോ, നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ, നിങ്ങൾ MA കഴിഞ്ഞോ, നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമോ, നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ടോ, നിങ്ങൾ നല്ല പണക്കാരനാണോ, ഇതൊന്നുമില്ല ചോദ്യം. ദിസ് ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഈ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജനിച്ചിരിക്കുന്ന ഒരു ജാതിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. മേലോട്ട് താഴോട്ടേക്ക് വരുമ്പോൾ, ഓരോ താഴോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവമതിപ്പ് ലഭിക്കും. ബഹുമതി മേലോട്ട് പോകുമ്പോൾ കിട്ടും, താഴോട്ട് പോകുമ്പോൾ അവമതിപ്പ്, വെറുപ്പ്. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് ഈ ജാതി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാതെ അതിനെ ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്നാ പറയുന്നത്. ഗ്രേഡഡ് ഇനീക്വാലിറ്റിയെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തെ വളരെ കാര്യമായി അംബേദ്കർ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമർത്യാസൻ പറയുന്നത്, അംബേദ്കറാണ് അമർത്യാസന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അംബേദ്കറും അമർത്യാസൻ, അതേപോലെ ജോൺ റോൾസ് എന്ന് പറയുന്ന ഒരു തിയറി ഓഫ് ജസ്റ്റിസ് എഴുതിയിട്ടുള്ള ഈ 3 പേര് കുഞ്ഞാമൻ സാറിന്റെ എല്ലാ എഴുത്തുകളിലും ചിന്തകളിലും നല്ല സ്വാധീനം ചെലുത്തതായി കാണാം. അപ്പം പിന്നെ കുഞ്ഞാമൻ സാർ പറയുന്ന കുറെ വിശകലനങ്ങളാണ്, കേരള സമൂഹത്തെ കുറിച്ചുള്ള വലിയ വിശകലനങ്ങൾ. ദളിതരുടെ പ്രശ്നം പറയുന്നു. താഴേക്കിടയിലെ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യേണ്ടി വന്ന പഴയ ഇപ്പോൾ അതിന്റെ അനുരണനങ്ങളുണ്ട്. അവരെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ ജീവിതത്തിൽ വെച്ച് പറയാണ്, അവര് ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അവര് സ്വയം മറച്ച് ജീവിക്കണം. ഇപ്പൊ ഞാൻ ഒരു ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജുകളിൽ പോകുന്ന സമയത്ത്, ഞാൻ ദളിത് അല്ല എന്ന് എങ്ങനെയൊക്കെയോ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ പ്രകടിപ്പിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ആരാണോ എന്നുള്ളത് മറച്ചു പിടിച്ച് നടക്കേണ്ടുന്ന അവസ്ഥയുണ്ട്. അത് വളരെ അനീതി നിറഞ്ഞൊരു അവസ്ഥയാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ, എന്നാൽ ദളിതല്ലാത്തവർക്ക് അവരായിട്ട് തന്നെ അവർക്ക് മുമ്പിൽ വരാം, അവരായിട്ട് തന്നെ അവരുടെ സമൂഹത്തിലേക്ക്
അവരൊന്നും തന്നെയും അവർക്കൊന്നും മറച്ചു വെക്കേണ്ടതായിട്ട് ഇല്ല. അതിന് അവർക്ക് ഉള്ള ജാതിയാണെങ്കിൽ പോലും അത് പറയുകയും ചെയ്യാം. അതിന് എല്ലാതരം ആവിഷ്കാരവും കൊടുക്കാം. വേണമെങ്കിൽ കുറി തൊടാം, അല്ലെങ്കിൽ ജാതിയുടെ പലതരം ചിഹ്നം ശരീരത്തിൽ കാണിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ മറ്റേ ഭാഗത്തുള്ള ആൾക്കാർ ചെയ്യുന്നത് അത് എങ്ങനെയെങ്കിലും ഒളിച്ച് വെക്കുക എന്നതാണ്, ഇൻവിസിബിൾ ചെയ്യുക എന്നതാണ്. കാസ്റ്റിനെ ഇൻവിസിബിൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ്. പക്ഷെ ഇത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ്, വളരെയധികം അനീതി നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യൻ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അവന് ഒളിച്ചിരിക്കാൻ അവന് തോന്നുമെങ്കിൽ, മറച്ചു വെക്കാൻ അവന്റെ സ്വത്വത്തെ, അവന്റെ തന്നെ ശരീരത്തെ മറച്ചു വെക്കാൻ അവന് തോന്നുന്നുവെങ്കിൽ അത്രമാത്രം അനീതി നിറഞ്ഞ മറ്റൊരു സമൂഹമില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ അവസ്ഥയെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. എല്ലാവരും മറികടക്കണം. അത് ജാതിയിലെ താഴ്ന്നവനോ മേലെയുള്ളവനോ എന്നുള്ളതല്ല. ജാതിയെ എന്ന പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ താഴ്ന്നവരും എന്ന് കരുതുന്നവരും മുകളിലാണ് എന്ന് കരുതുന്നവരും ഒരുപോലെ ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഈ മുകളിലുള്ളവൻ വിചാരിക്കുന്നത് എനിക്ക് ഈ അവനോട് കൽപ്പിക്കാനും അവനോട് ദേഷ്യപ്പെടാനും അവനോട് കാര്യങ്ങൾ ചെയ്യുവാനും എനിക്കെന്തോ ധാർമ്മികമായ അവകാശമുണ്ടെന്ന് അവൻ വിചാരിക്കുകയും ഇതെല്ലാം വഹിക്കാൻ എനിക്കെന്തോ ഒരു ധാർമ്മികമായ അവകാശം അല്ലെങ്കിൽ മൂല്യമുണ്ടെന്ന് താഴെക്കടയിൽ ഒരാൾക്കും തോന്നുന്ന ഒരവസ്ഥയുണ്ട്. ഇത് രണ്ടും ഒരുപോലെ തോന്നുന്ന ഒരവസ്ഥയാണ്. ഇത് രണ്ടും ഇഗ്നറന്റ് ആണ്. ഈ രണ്ടവസ്ഥയും ഇഗ്നറന്റായ അവസ്ഥയാണ്. ഈ രണ്ട് ആൾക്കാരെയും നമ്മൾ എന്താക്കണം, ഇത് പറഞ്ഞു പഠിപ്പിക്കണം. ഈ അവസ്ഥ അവന് ബോധം ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്, രണ്ടാൾക്ക് ബോധം ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ മാത്രമേ സമൂഹം മുന്നോട്ട് പോകും. ഒളിപ്പിച്ചിരുന്നുകൊണ്ട് സമൂഹം മുന്നോട്ട് പോവില്ല എന്ന് കുഞ്ഞാമൻ സാറ് പലപ്പോഴും പറയാറുണ്ട്. അപ്പം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് തരത്തിലുള്ള സമരങ്ങളും വിപ്ലവമൊക്കെ ഒരു കാലത്ത് ആദിവാസികളെയും ദളിതരെയും അതേപോലെ മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളെയൊക്കെ മാറ്റും എന്നുള്ള ഒരു സങ്കല്പത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ആ സങ്കല്പം എല്ലാ തരത്തിലും പൂർണ്ണമായും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതായിട്ടുണ്ടോ ഭയങ്കര എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആദിവാസികളെ കുറിച്ചാണ് കുഞ്ഞാമൻ സാർ ആദ്യമായിട്ട് ഒരു പഠനം നടത്തുന്നത് 1982 സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം പഠനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ആദിവാസികളെ കുറിച്ച് കണക്കില്ല, ആദിവാസികളെ കുറിച്ച് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമല്ല, പോപ്പുലേഷൻ ലഭ്യമല്ല. ആദിവാസികളെ കുറിച്ച് പഠിക്കണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമാണെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർ തരുന്ന കണക്കേ ഉള്ളൂ. നമ്മൾ പോയി ഫോറസ്റ്റ് ഓഫീസറോട് കുറിച്ച് ചോദിക്കണം. അപ്പൊ ഫോറസ്റ്റ് ഓഫീസർ ഒരു കണക്കൊന്നും എടുത്തിട്ടില്ല. അദ്ദേഹം അവിടെ താമസിച്ച് ദീർഘകാലം ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാരെ അറിയാം, അവരുടെ ഊരുകളൊക്കെ അറിയാം. അങ്ങനെ ഒരു ഏതാണ്ട് കണക്ക് അവർ തരും. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ, ഫോറസ്റ്റ് ഓഫീസറിന്റെ കയ്യിൽ കൃത്യമായ ടൈഗർ സെൻസസ് ഉണ്ട്. ടൈഗറിനെ കുറിച്ച്, ടൈഗർ എത്രയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ഫോറസ്റ്റുകാർക്ക് അറിയാം. എന്നാൽ അവിടെ എത്ര മനുഷ്യരുണ്ട് എന്ന കാര്യം ഫോറസ്റ്റുകാർക്ക് അറിഞ്ഞു. അപ്പൊ ഈ ഫോറസ്റ്റുകാര് ഇങ്ങനെ ഒരു വിരോധാഭാസം ഉണ്ട്. അതേപോലെ ഒരു ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാള് കുറച്ച് ശ്രദ്ധ, ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആള് ഒരു ടൈഗറിനെ കണ്ടാൽ, ഒരു കരടിയെ കണ്ടാൽ പേടിക്കില്ല. പക്ഷെ ഒരു പോലീസിനെ കണ്ടാൽ പേടിക്കും. പുറത്തുനിന്ന്, ആ ഊരിൽ നിന്ന് പുറത്തുള്ള ഏത് മനുഷ്യൻ ഊരിലേക്ക് വന്നാലും അവനെ കണ്ടാലും പേടിക്കും. പക്ഷെ അവന് ടൈഗറിനെ പേടിക്കില്ല. അപ്പൊ എങ്ങനെയാണ് ഭരണകൂടം ഏത് തരത്തിലാണ് ഭയം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആദിവാസികൾ ഡിസ്പൊസസ്ഡ് ആവുന്നത് എന്ന് പറയുന്നത്. അതായത് അവരുടെ ഭൂമി, അവരുടെ വിഭവങ്ങൾ, ഇതിൽ നിന്നൊക്കെ അവർ പിന്നീട് മെല്ലെ മെല്ലെ അന്യാധീനമായി കുടിയേറ്റം, ആദിവാസി മേഖലകളിലേക്ക് കുടിയേറിയ ആൾക്കാർ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദിവാസികൾ മുകളിലേക്ക് പോവുകയും പിന്നീട് അങ്ങോട്ട് പോകാൻ സാധ്യമല്ലാത്ത സമയത്ത് ആദിവാസികൾ മലയിറങ്ങുകയും ആദിവാസികളില്ലാത്തവർ മല കയറുകയും ചെയ്യുന്ന ഒരു
സാമ്പത്തിക വ്യവസ്ഥ പറയുന്നത്. നേരെ തിരിച്ചുള്ള ആദിവാസികൾ എവിടെയാണോ ജീവിക്കേണ്ടത് അവിടെ ആദിവാസികൾ ജീവിക്കാതെ, ആദിവാസികളെ ജീവിക്കാൻ അനുവദിക്കാതെ അവർ മല ഇറങ്ങി വരേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഇങ്ങനെയുള്ള ഒരു വികസനത്തിന്റെ ഒരു ട്രാജഡിയാണ് പറയുന്നത്. വികസനത്തിന് ഇങ്ങനെ അതിന്റെ മേന്മയല്ല പറയുന്നത്, ട്രാജഡി ഓഫ് ഡെവലപ്മെന്റ്. എന്താണോ ഡെവലപ്മെന്റ് അതിന്റെ നേരെ വിപരീതമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് നീതി കിട്ടില്ല. ആദിവാസികൾക്ക് നീതി ലഭിക്കുക വളരെ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ്. ആദിവാസി എന്നല്ല ഞാൻ പറയുന്നത്, പ്രോപ്പർട്ടി ഇല്ലാത്തവര്, ഭൂമി ഇല്ലാത്തവര്, സ്വത്തില്ലാത്തവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, പണമില്ലാത്തവര്, അധികാരമില്ലാത്തവര് നീതി ലഭിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയാറുള്ളത്, അട്ടപ്പാടിയിലെ മധുവിന് നീതിയല്ല ലഭിക്കുക, അഡ്വക്കാരുടെ മധുവിന് നഷ്ടപരിഹാരമാണ് ലഭിക്കുക. മനസ്സിലായി? അട്ടപ്പാടിയിലെ മധുവിന് നീതി ലഭിക്കില്ല, അവന് നഷ്ടപരിഹാരം. വാളയാറിലെ 2 കുട്ടികളെ മരണപ്പെട്ടു, കൊന്നു. അവരുടെ അമ്മയ്ക്കോ ആ 2 കുട്ടികൾക്കോ നീതിയല്ല ലഭിക്കുക, നഷ്ടപരിഹാരമാണ് ലഭിക്കുക. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വിരോധാഭാസം. അപ്പം ഇങ്ങനെ സമ്പദ്ശാസ്ത്രത്തിൻ്റെതല്ലാത്ത ഒരു സങ്കല്പം അദ്ദേഹം കൊണ്ടുവരികയാണ്. അപ്പം മനുഷ്യന്റെ പെരുമാറ്റത്തിൽ എപ്പോഴും സമ്പത്ത് മാത്രമായിരിക്കില്ല നിർണായകമായിട്ട് ഉണ്ടാവുക. സമ്പത്ത് മാത്രമല്ല, അല്ലാതെ ജാതിയായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ അംബേദ്കറിനെ ഒരു തരത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, സമ്പദ്ശാസ്ത്രത്തിലെ ഡിവിഷൻ ഓഫ് ലേബർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിവിഷൻ ഓഫ് ലേബർ, ദാറ്റ് വേരിയസ് ഡിവിഷൻസ് ഓഫ് ലേബർ മേക്സ് വൺ കമ്മ്യൂണിറ്റി. There are so many divisions of labor. Labor എന്ന് പറഞ്ഞാൽ അവിടെ അധ്വാനം എന്നാണ്, തൊഴിലാളി എന്നുള്ള അർത്ഥമല്ല, ലേബർ എന്നുള്ള. ഈ ലേബർ മേക്കിംഗ് അപ്പ്, ഫോർ എക്സാമ്പിൾ ഇൻ ദ സെൻസ് ഓഫ് ഒരു മുട്ടസൂചി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. മുട്ടസൂചിയുടെ ആദ്യത്തെ ഭാഗം ഉണ്ടാക്കുന്നത് വേറൊരു ലേബറാണ്. ഓരോ ലേബറും കൂടി ഉണ്ടാക്കുന്ന ഇതിനാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഇത് സമ്പദ്ശാസ്ത്രത്തിൽ ആഗോളപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ്. പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒന്നില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ഡിവിഷൻ ഓഫ് ലേബറേഴ്സ്, തൊഴിലാളികളെ ഉള്ളൂ, വ്യത്യസ്തമായ തൊഴിലാളികളെ ഉള്ളൂ, അല്ലാതെ തൊഴിൽ വിഭാഗങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇത് കുഞ്ഞാമൻ സാർ പറയുന്നുണ്ട്, അതേപോലെ അതിന് വേറെ അർത്ഥത്തിൽ അംബേദ്കറും കൃത്യമായി പറയുന്നുണ്ട്. കാരണം ബോംബെ ഒരു ടെക്സ്റ്റൈൽ മില്ലിൽ ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാർ, അവർക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ടെക്സ്റ്റൈൽ മില്ലിൽ ഈ നെയ്ത്ത് മെഷീനിലേക്ക് നൂല് കടത്തിവിടുമ്പോൾ അവർ സലൈവ, അവരുടെ ഉമിനീരൊന്ന് തട്ടിയിട്ട് വേണം അത് കടത്തിവിടാൻ. അങ്ങനെ ഉമിനീര് തട്ടുന്ന ഒരു പണിയും അവിടുത്തെ താഴേക്കിടയിലുള്ള ദളിതരായിട്ടുള്ള ആൾക്ക് കൊടുക്കില്ല ആ ഫാക്ടറിയിൽ. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ അല്ല, ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണ്. ഒരു ഫാക്ടറിയിൽ പോലും നിങ്ങൾക്ക് ഈ വ്യത്യസ്തതകൾ കാണാം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ പ്രാതിനിധ്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിലെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പൊ ദളിത് കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, SC കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഇപ്പൊ പാലക്കാട് ഒരു SC കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അപ്പൊ ഇതിൽ ജനാധിപത്യത്തിന്റെ പോക്കിൽ
സംഭവിക്കുന്നത് ആ SC കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കുന്ന ഒരാൾക്ക് ഒരു SC വോട്ട് പോലും കിട്ടാതെ അവർക്ക് വേണമെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാം. അതാണ് ഇതിന്റെ റിവേഴ്സ് ട്രാജഡിയാണ്. SC പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയിട്ടുള്ളത് ഭരണഘടനാ പ്രകാരം. ആ കോൺസ്റ്റിറ്റ്യുവൻസി നിങ്ങൾ മത്സരിക്കുന്നു, ഒരു SC 2 SC വിഭാഗപ്പെട്ട ആൾക്കാർ മത്സരിക്കുന്നു, അതിൽ ഒരാൾക്ക് ഒരു SC വോട്ട് പോലും കിട്ടിയില്ല എന്ന് വിചാരിക്കാം, എന്നാലും അയാൾ വിജയിക്കും. അങ്ങനെയാണ് ഇന്ത്യൻ പ്രാതിനിധ്യത്തിന്റെ ഒരു സ്വഭാവം എന്നും അദ്ദേഹം പറയാറുണ്ട്. ഏറ്റവും വളരെ നിശ്ചിതമായി കുഞ്ഞാമൻ സാർ വിമർശിച്ചുള്ളത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒന്നിനാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ്. ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, less economic power but high social development, PQLA is high, infant mortality rate is less, population rate is less, educated women are more, and this is the thing. അങ്ങനെയാണ് കേരള മാതൃക എന്ന് പറയുന്നത്. ഈ കേരള മാതൃകയെ എപ്പോഴും കുഞ്ഞാമ സാർ വളരെ വിമർശനത്തോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം ആദിവാസികളും ദളിതരും മത്സ്യത്തൊഴിലാളികളും ഈ കേരളത്തിന്റെ വികസന മാതൃകയിൽ ഇല്ല, അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അവരതിന്റെ ഓരങ്ങളിലേക്ക് മാറി. പിന്നെ ഒരു ശരാശരി മലയാളിയെ ഉണ്ടാക്കിയെടുത്തതാണ് കേരള മോഡൽ. കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിയാണ്. അതില് ദളിതര്, ആദിവാസികള്, മറ്റ് മത്സ്യത്തൊഴിലാളികൾ, ഇങ്ങനെയുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ക്ഷേമം അതിലില്ല. അപ്പോ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് ക്ഷേമം വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കേണ്ടുന്ന ഒന്നല്ല, മറിച്ച് നീതി വിതരണം ചെയ്യണം. നീതി വിതരണം ചെയ്യണമെങ്കിൽ പറയുന്ന ഒരു ഭൂപരിഷ്കരണ നിയമമല്ല അതിനാവശ്യം. ഭൂപരിഷ്കരണ നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൂപരിഷ്കരണ നിയമമല്ല വേണ്ടത്, മറിച്ച് ഭൂവിതരണ പദ്ധതിയാണ് വേണ്ടത്. അതായത് ഭൂമി എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി. അതാണ് ഒരു ഭരണകൂട സോഷ്യലിസ്റ്റ്, സ്റ്റേറ്റ് സോഷ്യലിസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ബാങ്കൊക്കെ ദേശസാൽക്കരിച്ചതുപോലെ ഭൂമിയും എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാറ്റം മാത്രമേ കാര്യമായി അടിത്തട്ട് ജനങ്ങൾക്കെല്ലാം, എല്ലാ ജനങ്ങൾക്കും, അടിത്തട്ട് മാത്രമല്ല മുകൾത്തട്ട് ജനങ്ങൾക്കെല്ലാം തന്നെയും ഒരു ഈക്വാലിറ്റി, ഒരു സമത്വം പ്രദാനം ചെയ്യുന്ന ഒന്ന് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, കേരള മോഡലിനെ പറ്റി എന്താ പറയാന്നത്, വലിയൊരു കപ്പലാണ്, ആ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കപ്പലിൽ ഈ ഒഴിവാക്കപ്പെട്ട ആൾക്കാർ കപ്പലിന് ഓരോ ഭാഗം ഇങ്ങനെ ഓട്ടകൾ ഉണ്ടാകും. അവർക്ക് ജീവിക്കാൻ നിർത്തിയില്ലാതെ വരുമ്പോൾ ആ കപ്പലിന്റെ ഓരോ ഭാഗത്ത് ഓട്ടകൾ ഉണ്ടാക്കുകയും ആ കപ്പല് വെള്ളം നിറഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ മുങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരു കേരള മോഡലിനെ അല്ല ഉണ്ടാക്കേണ്ടത്. അടിസ്ഥാനപരമായി ഭൂമി വിതരണം ചെയ്യുക. ഭൂമി ഉള്ളവൻ എന്ന് പറയുന്നത് അവനായിട്ടുണ്ടാക്കിയ ഭൂമിയല്ല. അതാണ് ഭൂമി ഉള്ളവൻ എന്ന ഭൂമി അവന്റെ കൈവശമായിരിക്കും, ഭൂമി അവൻ്റെതല്ല. അപ്പൊ ഹാവ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഹാവ് നോട്ട്സിലേക്ക് ഭൂമി കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ സംഭാഷണം ഞാൻ നിർത്തും. ഒന്ന്, ആദ്യകാല ഇന്ത്യൻ വികസനത്തെ പറ്റിയിട്ട്, ഇന്ത്യൻ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ കുഞ്ഞാമ സാർ കൊണ്ടുവരുന്ന ഒരു കാര്യം, ആദ്യം ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സ്റ്റേറ്റ് നമ്മുടെ ദാരിദ്ര്യം മാറ്റും, സ്റ്റേറ്റ് നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെടും, സ്റ്റേറ്റ് നമുക്ക് സെക്യൂരിറ്റി തരും എന്നുള്ള ഒരു ധാരണ ഇന്ത്യയിൽ ആദ്യകാലത്ത് ഉണ്ടായി. പിന്നെ അതായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭൂമി അല്ലെങ്കിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതായിരുന്നു വേണ്ടത്. അത് നടക്കാതെ വന്നപ്പോൾ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു സമയം വന്നപ്പോൾ അവർ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ആ പ്രധാന പ്രോജക്റ്റ്
അവർ ഉപേക്ഷിച്ചു. ഭൂമി കൊടുക്കേണ്ട പ്രോജക്റ്റ് ഉപേക്ഷിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ അപ്പൊ ദളിതര് സമരം ചെയ്യുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണ്? കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി. അവർക്ക് കൂലിയില്ല, കൂലി വർദ്ധിപ്പിക്കാൻ ദളിതർക്ക് നിങ്ങൾ സമരം ചെയ്തു. പക്ഷെ ഭൂമി വേണം എന്ന് പറഞ്ഞ് ദളിതര് സമരം ചെയ്തത്. ദളിതര് ഭൂമി വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ നമ്മൾ എല്ലാവരും കൂടി നിങ്ങളെ വർദ്ധിക്കും. അതാണ് നമ്മൾ മുത്തങ്ങയിൽ കണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആദിവാസി ഭൂമി വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനെ ശക്തമായി എതിർത്ത് ആ സമരത്തെ പൊളിച്ചു കൈകൊടുത്തു. അതാണ് കേരളത്തിന്റെ മനസ്സ്. അവിടെ കേരളത്തിന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ചില വിപ്ലവ ബോധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് യഥാർത്ഥത്തിൽ പ്രായോഗികമായി വരുമ്പോൾ അത് ചോർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഐഡിയോളജീസ് ലൈക്ക് പോയട്രി. ഐഡിയോളജി, തത്വശാസ്ത്രം എന്ന് പറയുന്നത് കവിത പോലെയാണ്. അത് ഇറ്റ് വിൽ ലോസ്റ്റ് എ ലോട്ട് ഇൻ ട്രാൻസ്ലേഷൻ. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഐഡിയോളജിക്ക്. അതുകൊണ്ട് കമ്മ്യൂണിസം വാസ് ആൻ ഐഡിയോളജി. ഇറ്റ് ഇസ് എ ഗുഡ് ഐഡിയോളജി, ബട്ട് വെൻ ഇറ്റ് try to translate into the practice, it lost a lot and it is not there at all. അവിടെ ഇല്ല. ഇത് വലിയ വിമർശനമായിട്ട് നമ്മൾ ഉയർത്തുന്നുണ്ട്. ഇന്നിപ്പോ കേരളത്തിലൊക്കെ ഒരു ധാരണയിലേക്ക് സ്ത്രീകളുടെ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, ദളിതരുടെ പ്രശ്നം, ആദിവാസി പ്രശ്നം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ഒരു സ്റ്റേറ്റ് കൊണ്ട് പോലും സാധിക്കുന്നില്ല എന്നാണ്. അവർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ സ്റ്റേറ്റിന് ഉള്ളിൽ കയറിയിരിക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു ബൂർഷ്വാ സ്റ്റേറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനുള്ളിൽ ഒരു സവർണ സ്റ്റേറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സവർണ സ്റ്റേറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദ്ധതി കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ത്യയിൽ വരുന്ന സ്ലോഗൻ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. എല്ലാം വിട്ടു, നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം വിട്ടതിന് ശേഷം പിന്നെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ദേശീയവാദത്തെ ഉണ്ടാക്കിയെടുക്കുക. അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മാറി നമ്മൾ സാംസ്കാരിക പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നവർ അവിടെയുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുന്നവർ ഭരണകൂടത്തിലുണ്ട്. പക്ഷെ അവർക്ക് ഇത് മാറ്റണ്ട, അവർക്കിത് മാറ്റാൻ ആവശ്യമുണ്ട്. അത് മാറ്റണമെന്ന് അവർക്ക് തോന്നുന്നില്ല. ഇത് മാറ്റണം, ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ മാറ്റണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് ചെയ്യണമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ താഴേക്കടയിലെ മനുഷ്യർക്ക് സംഘടിച്ച് അതിനെ പ്രതിരോധിച്ച് അത് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിന് കഴിയുന്നുമില്ല. എന്നാൽ കഴിയുന്നവർക്ക്, ഭരണകൂടത്തിൽ കഴിയുന്നവർക്ക് അത് ചെയ്യണമെന്നുണ്ട് ആഗ്രഹവും ഇല്ല. ഈ അർത്ഥത്തിൽ ജനാധിപത്യം ഇങ്ങനെ ഒരുതരം അതിന്റെ അർത്ഥം മുഴുവൻ ചോർന്നു പോയിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങള് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നോക്കിയല്ല ജനത്തിന് ഭരണകൂടം എന്തെങ്കിലും കൊടുക്കുന്നത്. ഭരണകൂടം കൊടുക്കുന്നത് ഗവൺമെന്റ് ജനങ്ങൾ വാങ്ങുക എന്നതാണ്. അപ്പൊ ജനങ്ങളത് ആദിവാസികളോട് ചോദിച്ചിട്ടല്ല ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വോട്ടിംഗ് ആനിമലാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ വ്യവസ്ഥിതി പഴയതുപോലെ. മനസ്സിലായി? നമ്മൾ വോട്ടിംഗ് ആനിമലായിട്ട്. അപ്പൊ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ദളിതരെ വളരെ രീതിയിൽ പരിവർത്തിക്കപ്പെട്ട വലിയ തത്വശാസ്ത്രം നൽകിയിരിക്കുന്ന അംബേദ്കറുടെ ആശയങ്ങൾ പിന്തുടർന്നു പോയിട്ടാണ് കുഞ്ഞാമി സാറ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭരണഘടന വന്നപ്പോൾ ദളിതർ സിറ്റിസണാണ്, അതുവരെ സിറ്റിസണാണ്. ഭരണഘടന വന്നപ്പോൾ 1956 ഭരണഘടന പ്രഖ്യാപിച്ചു വന്നപ്പോൾ ദളിതർ, അതുവരെ ദളിതർ എന്ന് പറഞ്ഞാല് വെറും ജാതികളും ആദിവാസികളും ഒക്കെ ആയിരുന്ന മനുഷ്യർ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. BSP പോലുള്ള ബഹുജൻ പ്രസ്ഥാനങ്ങൾ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ അവര് പൊളിറ്റിക്കൽ ബീയിങ് ആയി. അപ്പോഴാണ് അവർ പൊളിറ്റിക്കൽ ബീയിങ് ആവുന്നത്. നിയോ ക്യാപിറ്റലിസത്തിന്റെ വളർച്ച വന്നപ്പോൾ
ദളിതർ ഇക്കണോമിക്കലി. അപ്പൊ ദളിതര് ഇതൊക്കെ ആവിത്തീരണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വരണം. എന്നാൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒന്നും വരേണ്ട ആവശ്യമില്ലാതെ തന്നെ അവര് സിറ്റിസണും അവര് പൊളിറ്റിക്കൽ ബീയിങ്ങും അവര് ഇക്കണോമിക് ബീയിങ്ങും ആവും. ഹ്യൂമൻ ബീയിങ് അതിൽ ഇക്കണോമിക് ബീയിങ് ആവും. അങ്ങനെ ആവുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ്, ഇൻജസ്റ്റിസ് അങ്ങേയറ്റം അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു സമൂഹം, അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാം സാർ വളരെ തമാശ രൂപത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ദളിതൻ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി വരണമെങ്കിൽ അവൻ കേരളത്തിൽ മൂട്ടയായി ജനിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ കസേരയിലേക്ക് വരാൻ പറ്റൂ. കാരണം അത്രമാത്രം ദളിത് വിരുദ്ധമായിട്ടുള്ള ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇതിനോട് സംബന്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സവർണനും സമ്പന്നനും വരുമ്പോൾ നീതി വഴിമാറും. അത് കേരളത്തിലെ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വാളയാറിലെ ആൾക്കാർക്ക് നീതിയല്ല, അവർക്ക് നഷ്ടപരിഹാരമാണ് കൊടുക്കുക. താഴെപ്പടയുള്ള മനുഷ്യന്മാർക്കൊക്കെ, ദുർബലരായ മനുഷ്യർക്കൊക്കെ നഷ്ടപരിഹാരവും മറ്റുള്ളവർക്കൊക്കെ നീതിയും പ്രദാനം ചെയ്യുന്ന വിചിത്രമായ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് നിരന്തരം കുഞ്ഞാമ്മ സാറ് പലതരം രൂപങ്ങൾ ഉപയോഗിച്ച് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാഠം എന്തായാലും ഏറ്റവും അടിസ്ഥാനമായി പഠിക്കേണ്ടതും സമൂഹത്തെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും സ്വന്തം ജീവിതത്തെ മുൻനിർത്തി തന്നെ പലതും നോക്കേണ്ടതായിട്ടുണ്ട് എന്നും കഠിനമായും വളരെ സൈദ്ധാന്തികമായും വളരെ ഗഹനമായും നമ്മെ ഓർമ്മിപ്പിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിക്കാം. ഇല്ലാന്ന് തോന്നുന്നു സർ. അപ്പോൾ താങ്ക് യു, ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി നടത്തിയതിന്. കുറെ കൂടി ഒരു ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, അത് എത്രത്തോളം വേര് പിടിച്ച് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്ന, അല്ലെങ്കിൽ കുറെ കൂടി എഫക്റ്റീവായിട്ട് പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു.